കടം വീട്ടാൻ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഒരു വിഭവം ഉപയോഗിച്ച ഒരു രാജാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കഥ. പണ്ട് ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന ഒരു രാജാവ് ചതുരംഗത്തിൽ അതിവിദഗ്ധനായിരുന്നു. ഒരു ദിവസം ചതുരംഗം കളിക്കാൻ പ്രാവീണ്യമുള്ള ഒരു സന്യാസിയുമായി രാജാവ് ഒരു പന്തയം വെച്ചു. കളിയിൽ ജയിച്ചാൽ സന്യാസിക്ക് എന്ത് വേണമെന്ന് രാജാവ് ചോദിച്ചു. സന്യാസി ഒരു ലളിതമായ ആവശ്യം മുന്നോട്ട് വെച്ചു. ചതുരംഗ പലകയിലെ ഓരോ കളത്തിലും ഇരട്ടി അരി വീതം നൽകിയാൽ മതി. അതായത് ആദ്യ കളത്തിൽ ഒരരി, രണ്ടാമത്തേതിൽ 2ഉം മൂന്നാമത്തേതിൽ 4ഉം എന്നിങ്ങനെ ഇരട്ടിച്ചു നൽകുക. ഈ ആവശ്യം നിസ്സാരമായി തോന്നിയ രാജാവ് ഉടൻ സമ്മതിച്ചു. എന്നാൽ കളിയിൽ ജയിച്ച സന്യാസിക്ക് അരി നൽകാൻ തുടങ്ങിയപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. ആദ്യത്തെ കുറച്ച് കളങ്ങളിൽ ഇത് എളുപ്പമായിരുന്നെങ്കിലും അരിയുടെ അളവ് ഗണനീയമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. 64 കളങ്ങൾ എത്തിയപ്പോഴേക്കും ആ രാജ്യത്തെ മുഴുവൻ നെല്ലും ലോകത്തിലെ മുഴുവൻ നെല്ലും ഒരുമിച്ച് കൂട്ടിയാലും സന്യാസിക്ക് നൽകേണ്ട അരിയുടെ കടം വീട്ടാൻ രാജാവിന് കഴിയില്ലെന്ന് മനസ്സിലായി. ഇത് കേവലം ഇരട്ടി എന്ന വാക്കിന്റെ ശക്തിയുടെ തെളിവാണ്. രാജാവ് കഷ്ടത്തിലായെന്ന് മനസ്സിലാക്കിയ സന്യാസി തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. അത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു. രാജാവിന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ കടം ഒറ്റയടിക്ക് വീട്ടേണ്ടെന്നും പകരം എല്ലാ ദിവസവും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പായസം ഉണ്ടാക്കി ഭക്തർക്ക് നിവേദ്യമായി നൽകിയാൽ മതിയെന്നും കൃഷ്ണൻ അരുളി ചെയ്തു. ഈ പാൽപ്പായസ് നിവേദ്യം തന്റെ കടം വീട്ടുന്നതിന് തുല്യമാണെന്ന് കൃഷ്ണൻ രാജാവിനോട് പറഞ്ഞു. അന്നുമുതൽ ഇന്നുവരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഈ വിശിഷ്ടമായ പാൽപ്പായസം നിവേദ്യമായി നൽകിവരുന്നു. ഗുരുവായൂരപ്പൻ പോലും ഈ പാൽപ്പായസം കഴിക്കാൻ അമ്പലപ്പുഴയിൽ എത്താറുണ്ടെന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കും പെരുമയ്ക്കും പിന്നിലെ പ്രധാന കാരണം.